ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്ന് തിരുവായി മൊഴിഞ്ഞ മൂന്നാമത്തെ മൊഴിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇതാ നിൻ്റെ മകൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. മറിയയുടെ സംരക്ഷണം യേശു യോഹന്നാനെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് യോഹന്നാൻ തന്നെക്കുറിച്ച് വിശുദ്ധ സുവിശേഷത്തിൽ 5 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണാനായി സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ വേദപുസ്തകത്തിൽ 4 പ്രാവശ്യം മാത്രമാണ് നമുക്ക് മറിയയെ കാണാനായി സാധിക്കുന്നത്. ഒന്ന്, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വീട്ടിൽ വച്ചും, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ കഫർന്നഹൂമിലെ വീട്ടിൽ വച്ചും, വിശുദ്ധ യോഹന്നാൻ 19-ാം അധ്യായത്തിൽ ക്രൂശീകരണ സമയത്തും, തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ സ്വർഗാരോഹണത്തിന് ശേഷവും നമുക്ക് മറിയയെ കാണാനായി സാധിക്കും. എന്താണ് മറിയയുടെ പ്രത്യേകത? വേദപുസ്തകത്തിലുടനീളം മറിയയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 4 കാര്യങ്ങൾ മറിയയുടെ പ്രത്യേകതകളായി നാം കാണാനായി സാധിക്കും. ഒന്ന്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ കൃപ ലഭിച്ചവളായി മറിയ ദർശിക്കപ്പെടുകയാണ്. ഗബ്രിയേൽ ദൂതൻ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പായി മറിയയെ സന്ദർശിക്കുമ്പോൾ മറിയയെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വേദപുസ്തകത്തിൽ കൃപ ലഭിച്ച ധാരാളം വ്യക്തികളെക്കുറിച്ച് കാണുന്നുണ്ട്. അതിൽ പഴയ നിയമ ഭക്തനാണ് നോഹ. നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയമുണ്ടാകുമ്പോൾ ആ ജലപ്രളയ കാലഘട്ടത്തിൽ നോഹയും തൻ്റെ കുടുംബവും മാത്രമാണ് പെട്ടകത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. നോഹയെക്കുറിച്ച് നമ്മൾ ആധികാരികമായി മനസ്സിലാക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അപ്രകാരം ഇവിടെ മറിയയെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു സ്ത്രീത്വമായി നമ്മൾ മറിയയെ കാണുകയാണ്. രണ്ടാമത്തെ പ്രത്യേകതയായി കാണുന്നത് ലൂക്കോസ് 1-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം, ദൈവഹിതത്തിന് വിധേയപ്പെട്ട മറിയ. ദൈവഹിതത്തിന് സ്വയം സമർപ്പിതമായ ഒരു മറിയയെക്കുറിച്ചാണ്. ദൈവഹിതം എന്നുള്ളത് വളരെ ആധികാരികമായി നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ഒരുപക്ഷെ നമ്മൾ പാടുന്ന പാട്ടുകളിൽ വളരെ പഴക്കം ചെന്നൊരു പാട്ടാണല്ലോ, നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ, എൻ്റെ ഹിതം പോലെയല്ല. ദൈവത്തിൻ്റെതായ ഹിതം എന്നിൽ നിറവേറാൻ സ്വയം സമർപ്പിക്കുന്ന അനുഭവം മറിയയുടെ ജീവിതത്തിൽ നാം കാണാനായി സാധിക്കും. ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ട മറിയ ശ്രദ്ധേയമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 34-35 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മറിയയോട് ശിമ്യോൻ പറയുന്ന വാക്കുണ്ട്, നിൻ്റെ മകനിലൂടെ ഒരു വാൾ കടക്കും. യേശുക്രിസ്തു അഭിമുഖീകരിക്കാൻ പോകുന്ന ക്രൂശീകരണത്തെ വളരെ മുൻകൂട്ടി തന്നെ മറിയ അറിയുന്നത് നമ്മൾ കാണുകയാണ്. അതൊരു പ്രവചന ദൂതായി മറിയ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അത് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായി നമ്മൾ മറിയയെ കാണുകയാണ്. നാലാമതായി മറിയയുടെ പ്രത്യേകത ക്രൂശിനരികിൽ നിന്ന വ്യക്തിത്വമാണ്. ഒരുപക്ഷെ പത്രോസ് അടങ്ങുന്ന ശിഷ്യന്മാർ
ക്രൂശിനരികിൽ നിൽക്കേണ്ടവർ ക്രൂശിനരികിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ ക്രൂശിൻ്റെ അരികിൽ നിലയുറപ്പിച്ച് നിൽക്കാൻ മറിയയ്ക്ക് സാധിച്ചു എന്നുള്ളത് മറിയയെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയായി നാം കാണാനായി സാധിക്കും. മൂന്നാമത്തെ മൊഴിയെക്കുറിച്ച് നമ്മൾ പിന്നെയും ചിന്തിക്കുമ്പോൾ മൂന്നാമത്തെ മൊഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില അനുഭവങ്ങളുണ്ട്. ഒന്ന്, ഇത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുവായി മൊഴിഞ്ഞ മൂന്നാമത്തെ മൊഴി സ്നേഹത്തിൻ്റെ ആഴവും ഉത്തരവാദിത്വത്തിൻ്റെ ശക്തിയും തെളിയിക്കുന്ന പ്രഖ്യാപനമാണ്. ക്രൂശിലെ വേദനയുടെ നടുവിലും രക്തം താൻ ചീന്തുമ്പോഴും തൻ്റെ അമ്മയെ ഓർക്കുന്ന ക്രിസ്തുവിനെ നാം കാണാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രൂശിലെ മൂന്നാമത്തെ മൊഴി എന്നത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി നാം കാണാനായി സാധിക്കും. എന്താണ് ഈ മൊഴി നമ്മെ പഠിപ്പിക്കുന്നത്? യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞ മൂന്നാമത്തെ മൊഴി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ മാഹാത്മ്യമാണ്. ദൈവസ്നേഹം വേദനയെ മറികടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത് മറന്നുപോകുന്നതല്ല. സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ലാത്തതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹമാണ് കാൽവരി ക്രൂശിൽ, പ്രത്യേകിച്ച് മൂന്നാമത്തെ തിരുവായി മൊഴിയിലൂടെ നാം കാണാനായി സാധിക്കുന്നത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക. രണ്ടാമതായി മൂന്നാമത്തെ മൊഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അമ്മയെ സംരക്ഷിക്കാൻ യോഹന്നാനെ യേശുക്രിസ്തു ഏൽപ്പിക്കുകയാണ്. ഇവിടെ ദൈവം കുടുംബത്തെ വിലമതിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം കുടുംബത്തെ വിലമതിക്കാനായിട്ടുള്ള കാരണം? മറ്റൊന്നുമല്ല, ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എല്ലാ ദിവസത്തെ സൃഷ്ടി പരമ്പര കഴിഞ്ഞതിന് ശേഷം എല്ലാം നന്നായിരിക്കുന്നു എന്ന് വിലയിരുത്തിയ ദൈവം ഒരു കാര്യത്തിൽ മാത്രം താൻ തൃപ്തനല്ല എന്ന് പ്രഖ്യാപിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് കണ്ടു. ഇവിടെ കുടുംബജീവിതം എന്നുള്ളത് ഏകാന്തതയെ മറികടക്കുന്ന ഒരു അനുഭവമാണ്. രണ്ടാമത്തെ മൊഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ക്രിസ്തുവിനെയാണ്. മാതാപിതാക്കളെ കരുതുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനും നിങ്ങളും ഇന്ന് താമസിക്കുന്നത് ഉത്തരാധുനിക ലോകത്താണ്, പോസ്റ്റ് മോഡേൺ വേൾഡിലാണ്. ഈ ഉത്തരാധുനിക ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള നമ്മുടെ കടപ്പാട് എപ്രകാരമായിരിക്കുന്നു എന്ന് നാം വിലയിരുത്തേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. ഒരുപക്ഷെ ഇന്ന് വൃദ്ധസദനങ്ങളുടെ അതിപ്രസരം നമ്മൾ കാണുകയാണ്. പകൽ വീടുകളുടേതായ എണ്ണം വർദ്ധിക്കുകയാണ്. മക്കളുടേതായ സ്നേഹം ലഭിക്കാതെ വേദനയുടെ ആഴങ്ങളിലേക്ക് വീഴുന്ന മാതാപിതാക്കളുടെ എണ്ണവും ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ ക്രൂശിലെ മൊഴിയെക്കുറിച്ച് ധ്യാനിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ കരുതുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പഴയ നിയമ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നൽകിയ 10 കൽപ്പനകളിൽ ഒന്നാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, കരുതുക എന്നുള്ളത്. വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടുന്നതിന് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലൂടെ, മാതാപിതാക്കളെ കരുതുന്നതിലൂടെ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ മൂന്നാമത്തെ മൊഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബത്തെ മറക്കരുത് എന്നുള്ളതാണ്. കുടുംബത്തെ മറക്കാനായി പാടില്ല. ഇന്ന് കുടുംബത്തെ മറന്നുള്ള ആത്മീയ ജീവിതം നമുക്ക് ചുറ്റുപാടുകളിൽ കാണാനായി സാധിക്കും.
അത്തരത്തിലുള്ളതായ ജീവിത അനുഭവങ്ങൾ ലോകത്തിൽ സംഭവിക്കുമ്പോൾ കയീനോട് ദൈവം ചോദിച്ച ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ദൈവം കയീനോട് ചോദിച്ചു, വെയർ ഈസ് യുവർ ബ്രദർ? നിൻ്റെ സഹോദരൻ എവിടെയാണ്? അവിടെ കയീൻ നൽകുന്നതായ മറുപടി നോക്കുക, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഈ ഒരു ചോദ്യമാണ് ഒരുപക്ഷെ ഇന്ന് ലോകം ദൈവത്തോട് ചോദിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ, കുടുംബത്തെ മറന്ന് മനുഷ്യനിന്ന് ആരാധനയ്ക്കായി ജീവിക്കുമ്പോൾ, മൂന്നാമത്തെ മൊഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം ദാനമായി നൽകിയ, ഒരുപക്ഷെ ദൈവരാജ്യത്തിൻ്റെ പ്രതിരൂപമായ നമ്മുടെ കുടുംബത്തെ നമ്മൾ മറന്നു പോകാനായി പാടില്ല. സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ആശയം, സഭ എന്നത് ഒരു ആത്മീയ കുടുംബമാണ്. അതുകൊണ്ടാണ് 133 സങ്കീർത്തനം എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ദൈവത്തിൻ്റെ മക്കളായ നാം ക്രിസ്തുവിൻ്റെ ആത്മീയ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ ആത്മീയ കുടുംബത്തിൽ ഞാനും നിങ്ങളും അംഗങ്ങളായിരിക്കുമ്പോൾ, ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ക്രിസ്തുവേ, നിന്നെ കാണാൻ നിൻ്റെ സഹോദരങ്ങളും അമ്മയും വന്ന് നിൽക്കുകയാണ്. അവിടെ യേശു ക്രിസ്തു താൻ സഹോദര കുടുംബങ്ങളെക്കുറിച്ചും സഹോദര സ്നേഹത്തെക്കുറിച്ചും ഒരു ഉദാത്തമായ ചിന്തയാണ് ലോകത്തിന് നൽകുന്നത്. താൻ അവിടെ പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ കൽപ്പനകൾ കാത്തു സൂക്ഷിക്കുന്നവരും എൻ്റെ ഹിതം അനുവർത്തിക്കുന്നവരുമാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. അത്തരത്തിൽ ഞാനും നിങ്ങളും ക്രിസ്തീയ സഭയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. എന്നാൽ ഇന്ന് എന്താണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്? മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പേരിൽ മനുഷ്യൻ അകറ്റി നിർത്തുമ്പോൾ എവിടെയാണ് നമുക്ക് ആ ദൈവരാജ്യത്തിൻ്റെ സ്നേഹം കാണാനായി സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സഭ എന്നത് പരസ്പരം കരുതുന്ന ഒരു സമൂഹമായി മാറേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. ഇത് കരുതലിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ശുശ്രൂഷയാണ്. യേശു ക്രിസ്തു യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. ഒരു കരുതലിൻ്റെ ശുശ്രൂഷ നമുക്കിവിടെ കാണാനായി സാധിക്കും. സ്വാർത്ഥതയുള്ള ഈ ലോകത്തിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ് പരസ്പരം കരുതുക എന്നുള്ളത്. ഞാൻ ഈ ചിന്തയ്ക്ക് വിരാമം കുറിക്കട്ടെ. 3-ാമത്തെ മൊഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹം എന്നത് പ്രവൃത്തിയിൽ കാണിക്കാനായിട്ടുള്ള ശുശ്രൂഷയാണ്. സ്നേഹമെന്നത് കുടുംബത്തെ കരുതുന്നതിലൂടെ പ്രകടമാക്കാനായിട്ടുള്ള ഒരു അനുഭവമാണ്. സഭ എന്നത് ദൈവികമായ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ കരുണയ്ക്ക് പ്രാധാന്യമുണ്ട്. ആ കുടുംബത്തിൽ ദൈവം നൽകുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടുന്നത് നമ്മുടെ ധാർമ്മികമായ ചുമതലയായി നാം മനസ്സിലാക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. 3-ാമത്തെ മൊഴി നമ്മെ വിരൽ ചൂണ്ടുന്നത് 3 പ്രത്യേക ചിന്തയിലൂടെയാണ്. 1, ബന്ധങ്ങൾ വിശുദ്ധമാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ഈ ലോകത്തിൽ ബന്ധങ്ങൾ നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കാം. 2, നാം ഒറ്റയ്ക്കല്ല, നമ്മോട് കൂടെ ദൈവമുണ്ട് എന്ന വിശാലമായ ദൈവരാജ്യത്തിൻ്റെ സങ്കല്പം. 3, ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വങ്ങൾ അത് തിരുസഭയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നിറവേറ്റാൻ സർവേശ്വരനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.